ഹലോ. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ വരെ പോകാം. കണ്ണൂർ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ നമുക്ക് പൈപ്പ് ഒന്ന് വളച്ചെടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ. അങ്ങനെ നമ്മളിപ്പോൾ പുഷ്പഗിരി പമ്പിലാണ്. ഇവിടുത്തെ പമ്പിലെ എണ്ണ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മളും ഇവിടെ നിന്ന് തന്നെ എണ്ണ അടിച്ചേക്കാം. കുറച്ച് എണ്ണ അടിച്ച് കുറച്ച് അധികം എണ്ണ അടിക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എണ്ണയൊക്കെ അടിച്ച് നമ്മളിപ്പോൾ മന്ന ജംഗ്ഷൻ നിൽക്കും. മന്ന ജംഗ്ഷൻ സൈഡിൽ കൂടെ ആ റോഡിൻ്റെ അപ്പുറത്ത് കൂടെ കയറി പോകണമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഫൈൻ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വളവട്ടണം പാലം എത്തി. വളവട്ടണം പാലം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസായ പാലമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന പാലമാണല്ലോ. അങ്ങനെ നമ്മളിപ്പം നമുക്ക് കമ്പി വളയ്ക്കേണ്ട ഷോപ്പിലെത്തി കേട്ടോ. പൈപ്പ് വളയ്ക്കേണ്ട ഷോപ്പിലെത്തി. അപ്പോൾ അവരൊരു ഷീറ്റൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ പൈപ്പ് നമുക്ക് കട്ട് ചെയ്ത് വളച്ച് കിട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് തരും. ഇപ്പം അത് പൈപ്പ് വളച്ചിട്ട് കട്ട് ചെയ്ത് തരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു മുട്ടൻ പണി നമുക്ക് വേറെ കിട്ടി. നമ്മുടെ ടയറൊന്ന് പഞ്ചറായി. അപ്പോൾ രാവിലെ ഒരു ടയർ പഞ്ചറായിട്ട് നമ്മളൊരു ഷോപ്പിൽ കൊടുത്തിട്ട് കണ്ണൂർക്ക് വന്നതായിരുന്നു. അപ്പോൾ അടുത്ത ടയറും പഞ്ചറായി. സന്തോഷം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ കിടക്കുന്ന 2 കാറുകൾക്കും ടയർ പഞ്ചറായിട്ട് വന്നു കേട്ടോ. നമ്മുടെ ഭാഗ്യമാണോ അത് അവരുടെ ഭാഗ്യമാണോ നമ്മുടെ കഷ്ടകാലമാണോ ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ ടയറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് ബില്ലൊക്കെ എഴുതുന്നു. 350 രൂപയായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കാനുണ്ട്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഒരു ഷോപ്പിൽ തന്നെ ആയതുകൊണ്ട് അത്ര എളുപ്പം. ഇല്ലെങ്കിൽ 2 സ്ഥലത്ത് പോകണമല്ലോ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിലെത്തി. ഇവിടെ എല്ലാ സാധനങ്ങളും റെൻ്റായിട്ട് കിട്ടും കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ റെൻ്റായിട്ടും കിട്ടും, നമുക്ക് പർച്ചേസായിട്ട് വാങ്ങാനാണെങ്കിൽ നമുക്ക് അതും കിട്ടും. അങ്ങനെ എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. ഈ പറഞ്ഞ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ ലൈറ്റ് സൗണ്ടുകാരും ഇവിടെ നിന്നൊക്കെയായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നു. നമ്മളതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകും. നമുക്ക് ഇഷ്ടം പോലെ വേറെ റൂട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുള്ളൂ. കാരണം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്, അല്ല പ്രത്യേക രസമാണ്. നല്ല കാറ്റൊക്കെ വീശി ഒരു പ്രത്യേക രസമാണല്ലോ. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ചൂടുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഒരു കഞ്ഞി സ്റ്റാളിൽ കയറി. അടിപൊളി കഞ്ഞിയാണ് കേട്ടോ. പാപ്പശ്ശേരി ടൗണിൽ തന്നെ ഉള്ളൊരു തട്ടുകടയാണ്. അപ്പോൾ അവിടെ നല്ല നമ്മൾ ഇറങ്ങി. ഇപ്പോൾ കാണുന്നത് കല്യാശ്ശേരി ടോൾ പ്ലാസയാണ്, വരേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ടോളൊന്നും കൊടുക്കാതെ നമുക്ക് പോകാനുള്ള സന്തോഷമുണ്ട്. ഇനി ടോൾ കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് പിന്നെ വേറെ വഴിയൊന്നുമില്ല, എന്തായാലും കൊടുക്കണം, നല്ല റോഡ് വരുവാണല്ലോ. അപ്പോൾ ശരി എന്നാലും.